സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. 2024-25 വർഷം കേരളം ഉയർന്ന വളർച്ച കൈവരിച്ചതായി റിപ്പോർട്ട്. GSTPയിൽ 6.19% വളർച്ച നേടി. എന്നാൽ ധനക്കമ്മിയും റവന്യൂ കമ്മിയും കൂടിയെന്നും റിപ്പോർട്ടിൽ. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തിൽ 6.15% കുറവ് വന്നെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ മൊത്ത വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 0.3% വർധനയുണ്ടായി. 2024-25 1,24,861.07 കോടി രൂപയായിരുന്നു മൊത്ത വരുമാനം. ആഭ്യന്തര ഉത്പാദനത്തിൽ 6.19% വളർച്ച നേടി. ഉയർന്ന പ്രതിശീർഷ GSTPയുള്ള രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലൊന്നായി കേരളം. തനത് വരുമാന വർധന 2.7%. തനത് നികുതി വരുമാന വർധന 3.1%. മൊത്തം ചെലവിന്റെ വളർച്ച 2023-24 0.5% നിന്നും 2024-25 9%. സംസ്ഥാനം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുടരുമെന്ന് റിപ്പോർട്ടിലുണ്ട്. ധനക്കമ്മി 3.02% നിന്ന് 3.86% ഉയർന്നു. റവന്യൂ കമ്മി 1.6% നിന്നും 2.49% ഉയർന്നിട്ടുണ്ട്. റവന്യൂ ചെലവും മൂലധനവും വർദ്ധിച്ചു. സേവന മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും നേട്ടം കൈവരിച്ചതായും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പറയുന്നു. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പരിഗണിച്ചാണ് നാളത്തെ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത് കണ്ടുള്ള ജനപ്രിയ ബജറ്റാവുമെന്ന കാര്യത്തിൽ സംശയമുണ്ടാവില്ല. മീഡിയ 1 തിരുവനന്തപുരം.